ഇവിടെ നോക്കിയാൽ ഈ കുട്ടി അടിസ്ഥാനപരമായി വളരെ ശാന്ത പ്രകൃതിയുള്ള കുട്ടിയാണ്. ഒട്ടും പ്രകോപനപരമായി പെരുമാറില്ല, ആരോടും ദേഷ്യപ്പെടില്ല, അഥവാ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഒക്കെ ചിരിയോടെ നേരിടുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 3 പ്രാവശ്യം ആ പ്രകോപനത്തിനനുസൃതമല്ലാത്ത ദേഷ്യപ്രകടനങ്ങൾ, അത് ഒന്നുകിൽ ആളുകളെ ഉപദ്രവിക്കുന്നതിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ പൊട്ടിക്കുന്നതിൽ അവസാനിക്കുന്നു. ഈ അവസ്ഥയാണ് ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന അവസ്ഥ. ഉടനെ ഉണ്ടാകുന്ന ക്ഷുഭിത പ്രതികരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഇടയ്ക്കിടെ മാത്രമേ സംഭവിക്കാറുള്ളൂ. വർഷത്തിലൊരു 3 പ്രാവശ്യം അല്ലെ 4 പ്രാവശ്യം വളരെ അപൂർവമായിട്ടേ പറ്റൂ. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ദേഷ്യപ്രകടനം വളരെ തീവ്രമായതുകൊണ്ട് ഒന്നുകിൽ സാധനങ്ങൾ പൊട്ടിക്കും, ചിലപ്പോൾ ആളുകളെ തന്നെ ചിലപ്പോൾ ദ്രോഹിക്കാനും, ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന ലെവലിലേക്കൊക്കെ വരെ പോകാനും സാധ്യതയുണ്ട്. ഏതാനും മിനിറ്റ് ഈ ദേഷ്യം നീണ്ടു നിൽക്കൂ. അത് കഴിയുന്നതോടുകൂടി അദ്ദേഹം അങ്ങ് ശാന്തനാകും. എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് അയാൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. പലപ്പോഴും തലച്ചോറിൻ്റെ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ പാർശ്വഭാഗത്തുള്ള ടെമ്പറൽ ലോബ്, ആ ടെമ്പറൽ ലോബിലെ ചില രാസവ്യതിയാനങ്ങളാണ് ഈ ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ ഉണ്ടാക്കുന്നത്. ആ ടെമ്പറൽ ലോബിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്ന മൂഡ് സ്റ്റെബിലൈസർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ ഫലപ്രദമായിട്ടിത് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ കുട്ടിക്കും കൃത്യമായിട്ടുള്ള ചികിത്സ ആരംഭിച്ചതോടുകൂടി ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് സന്തോഷത്തോടെ ആ കുട്ടി ജീവിക്കുന്നു. ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.